ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഒരു സ്പൈസി നൂഡിൽസ്. സോ അത്യാവശ്യം സ്പൈസിയാണ്. നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരാൾ കുറച്ച് പ്രിപ്പറേഷൻസിലാണ്. നൂഡിൽസിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടാനുള്ള പദ്ധതിയിലാണെന്ന് തോന്നുന്നു. ആദ്യം കുറച്ച് ചെറിയ ഉള്ളി ഇതായി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് ഒരു സവാള, ഒരു ഹാഫ് മതി, ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ തീ കത്തിച്ച് എണ്ണ ഒഴിച്ച്, ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുത്തു. പിന്നെ നമ്മൾ ആ സവാള ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല മണമാണ്. സോ നമ്മുടെ നൂഡിൽസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ കൊണ്ടുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അയാൾ കത്രിക തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 2 സോസാണുള്ളത്. ഒരു സെറ്റ് മസാല, ഇത് ജസ്റ്റ് ചില്ലി ഫ്ലെക്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. സോ എന്തോ സോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇത് അത്യാവശ്യം സ്പൈസിയാണ്. ഇതിൻ്റെ ഓരോ ടൈപ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നൂഡിൽസിനായിട്ട്. തിളച്ചിരിക്കുകയാണ്. നമ്മൾ നൂഡിൽസ് എടുത്ത് അതിനകത്തോട്ട് ഇടുന്നു. ഇനി നമ്മളത് വേവുന്ന കുറച്ച് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കുന്നു. സോസ് എന്നെ ഇച്ചിരിയേ ഇടാൻ സമ്മതിക്കുന്നുള്ളൂ, ഭയങ്കര എരിയാണെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ഇല്ലാത്തൊരു സാധനമാണ് ഡാർക്ക് സോസ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് 2 മുട്ടയുടെ സ്ക്രാമ്പിൾ ഇടാൻ പോവുകയാണ്. മുട്ട പൊരിച്ചെടുക്കുകയാണ്. സോ നമ്മുടെ നൂഡിൽസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമ്മൾ സോസ് ഒഴിക്കുകയാണ്. അതുപോലെ കളറാണ് ഇത്ര മാറിയത്. എരി നമ്മൾ ടേസ്റ്റ് ചെയ്ത് കുറഞ്ഞ കാരണം കുറച്ചുകൂടെ ഒന്ന് സോസ് ഒഴിക്കുകയാണ്. നമ്മുടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഓക്കെ, ഫൈനൽ ഔട്ട്കം. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒഫീഷ്യൽ ടെസ്റ്ററായ ഞാൻ തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. കൊള്ളാം, പക്ഷെ നല്ല എരിയുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ തീർത്തിട്ട് കാണാം.